Hello guys, it's me Anita Nipu. Welcome to AN Vlogs. എൻ്റെ ഈ ചാനലിൻ്റെ പേര് തന്നെ AN Vlogs എന്നാണ്. ഇതിൽ A എന്ന് പറയുന്നത് അനിത, N എന്ന് പറയുന്നത് നിപു. എൻ്റെ ഹസ്ബൻഡിൻ്റെ പേരാണ് നിപു. അങ്ങനെയാണ് AN Vlogs എന്നിട്ടിരിക്കുന്നത്. ഞാൻ ആക്ച്വലി ഈ ചാനൽ സ്റ്റാർട്ട് ചെയ്ത് തന്നെ എൻ്റെ ഫാമിലിനെ നല്ലോണം ഇൻക്ലൂഡ് ചെയ്ത് തന്നെ വ്ളോഗ്സൊക്കെ ഒത്തിരി ചെയ്യണം എന്ന ഒരു ഇൻറ്റൻഷനോട് കൂടിയാണ് ഞാൻ ഈ ഒരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തത്. പക്ഷേ എനിക്ക് ഇതുവരെ അതിന് സാധിച്ചിട്ടില്ല. എൻ്റെ ഫാമിലി ഫുൾ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് ഒരു വീഡിയോ ചെയ്യാനോ അല്ലെങ്കിൽ ഒരു വ്ളോഗായിട്ട് ഷൂട്ട് ചെയ്യാനോ ഒന്നും എനിക്ക് സാധിച്ചിട്ടില്ല. ഇപ്പം ഞാൻ എൻ്റെ വീഡിയോസിലൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ യൂസ് ചെയ്യുന്ന പ്രോഡക്ട്സിൻ്റെ റിവ്യൂ, അതുപോലെ പർച്ചേസ് ചെയ്ത പ്രോഡക്ട്സിൻ്റെ റിവ്യൂ, പിന്നെ എൻ്റെ മാരേജ് വീഡിയോസും അത് ഷോർട്ട് വീഡിയോ ആയിട്ട് ലോങ് വീഡിയോ ആയിട്ടൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട്. അത്രയാണ് ഞാനിപ്പോൾ എൻ്റെ യൂട്യൂബ് ചാനലിൽ കാണിച്ചിട്ടുള്ളത്. അല്ലാതെ എൻ്റെ ആഗ്രഹം പോലെ എൻ്റെ ഫാമിലി ഫുൾ ഇൻക്ലൂഡ് ചെയ്തിട്ടൊരു വ്ളോഗൊന്നും ഇതുവരെ എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. പക്ഷേ എന്നിരുന്നാലും ഇന്നത്തെ വീഡിയോ എനിക്ക് കുറച്ച് സ്പെഷ്യലാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ എൻ്റെ ഹസ്ബൻഡിനെ ആണെങ്കിലും മോളെ ആണെങ്കിലും ഇങ്ങനെ ഷോർട്ട് വീഡിയോസിലായിട്ടാണ് ഞാൻ കാണിച്ചിട്ടുള്ളത്. അല്ലാതെ അതിൻ്റെ എന്താണ് അവരെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളും ഒന്നും തന്നെ ഞാൻ ഇങ്ങനെ ഷെയർ ചെയ്തിട്ടില്ല. ഇങ്ങനെ ചാനലിൽ വന്നിരുന്ന് ഞാനതൊന്നും ഷെയർ ചെയ്തിട്ടില്ല. ജസ്റ്റ് വീഡിയോസായിട്ട് ഇട്ടിട്ട് മാത്രമേ ഉള്ളൂ. പാട്ടൊക്കെ ഇട്ട് ഒരു ഷോർട്ട് വീഡിയോസായിട്ട് മാത്രമേ അത് ഞാൻ കാണിച്ചിട്ടുള്ളൂ. അപ്പോൾ ഇന്ന് ഒരു ഫാമിലി വ്ളോഗായിട്ടൊന്നും അല്ല ഞാൻ കാണിക്കുന്നത്, പക്ഷേ കുറച്ച് ബൈറ്റ്സ് എനിക്ക് ഫേവറേറ്റ് ആയിട്ട് ക്ലോസ് ടു മൈ ഹാർട്ട് ആയിട്ടുള്ള കുറച്ച് ഭാഗങ്ങളാണ് ഞാൻ ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പം ഇതിൽ ഞാൻ മെയിൻലി പറയുന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഹസ്ബൻഡ് എനിക്ക് വേണ്ടി ചെയ്തിട്ടുള്ള ലൈഫ് ലോങ് ആയിട്ട് എനിക്ക് വേണ്ടി ചെയ്തിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റിനെ കുറിച്ചിട്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ നമ്മളെല്ലാവരും ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഒക്കെ ചെയ്യുമല്ലേ. മണി ഇൻവെസ്റ്റ് ചെയ്യും, ലാൻഡ് ഇൻവെസ്റ്റ് ചെയ്യും, ഗോൾഡ് ഇൻവെസ്റ്റ് ചെയ്യും, അങ്ങനെ ഒരുപാട് ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഒക്കെ ചെയ്യാറുണ്ട്. പക്ഷേ ഒരാളുടെ മരണം വരെ അയാൾക്ക് ഓർത്തിരിക്കാൻ പാകത്തിന് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മൾ അയാൾക്ക് വേണ്ടി ചെയ്തു കൊടുക്കാറുണ്ടോ? എന്തെങ്കിലും ഒരു കാര്യം, ഒരു ചെറിയ കാര്യമാണെങ്കിൽ കൂടി അയാളുടെ ഒരു മരണം വരെ അയാൾ അത് ഓർത്തിരിക്കാൻ പാകത്തിന് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മൾ അവർക്ക് വേണ്ടി ചെയ്തു കൊടുത്തിട്ടുണ്ടോ എന്ന് നമ്മൾ സ്വയം ഇരുന്ന് ചിന്തിച്ച് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. നമ്മുടെ പാരൻസിന്, നമ്മുടെ ലൈഫ് പാർട്ട്ണർക്ക്, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഒക്കെ വേണ്ടി നമ്മൾ എന്താണ് ചെയ്തു കൊടുത്തിട്ടുള്ളത് അവർക്ക് ഓർത്തിരിക്കാനായിട്ട് എന്ന് ഒന്ന് തിങ്ക് ചെയ്ത് നോക്കും. അതായത് ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് എൻ്റെ ലൈഫിൽ തന്നെ ഏറ്റവും മെമ്മറബിൾ ആയിട്ടുള്ള കുറേ മൊമെൻറ്റ്സാണ്. അതായത് എൻ്റെ യാമി മോള് ജനിച്ച് കഴിഞ്ഞിട്ടുള്ള ഒരു 10 ദിവസങ്ങൾ അവളെ ഞങ്ങളുടെ കയ്യിലോട്ട് കിട്ടിക്കഴിഞ്ഞിട്ടുള്ള ആ ഒരു 10 ദിവസങ്ങളാണ്, ആ 10 ദിവസങ്ങളിലെ ഓർമ്മകളാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത്. എൻ്റെ മോള് ജനിച്ചിട്ടുള്ളത് എറണാകുളം ആസ്റ്റർ മെഡ്സിറ്റി ഹോസ്പിറ്റലാണ്. അപ്പം ഞാൻ മെയ് 20-ാണ് ഹോസ്പിറ്റലിൽ ആസ്റ്ററിൽ അഡ്മിറ്റ് ആവുന്നത്. എൻ്റെ മോള് ജനിക്കുന്നത് മെയ് 22 ഉച്ചയ്ക്ക് 12:30-ക്കാണ് എൻ്റെ മോള് ജനിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഡെലിവറി ടൈമിൽ ഹസ്ബൻഡൊപ്പം അതായത് ലേബർ റൂമിൽ കയറിയ കാര്യങ്ങളും അവർ കെയർ ചെയ്ത കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ എൻ്റെ ലൈഫിൽ പ്രഗ്നൻസി പീരീഡും അതുപോലെ തന്നെ ഈ ഒരു ഡെലിവറി ടൈം അതൊന്നുമല്ല. എനിക്കതിന് ശേഷം ഉള്ള ആ ഒരു 10 ഡേയ്സാണ് ഏറ്റവും പ്രഷ്യസ് ആയിട്ടുള്ളത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഞാൻ പറഞ്ഞില്ല 12:30-ക്കാണ് മോള് ഡെലിവർ ആയത്. സി സെക്ഷൻ ഡെലിവറി ആയിരുന്നു. അപ്പോൾ അൺഫോർച്ചുനേറ്റ്ലി ഞങ്ങളുടെ കയ്യിലോട്ട് മോളെ ആ ഒരു ടൈമിൽ ഞങ്ങൾ കണ്ടു മോളെ. ഇപ്പോൾ എൻ്റെ ആണെങ്കിൽ ഫേസിനോട് ചേർത്ത് വെച്ച് ഇങ്ങനെ തന്നു, ഇങ്ങനെ ചെസ്റ്റിൻ്റെ ഭാഗത്ത് ഇങ്ങനെ ചേർത്ത് വെച്ച് കുറച്ച് നേരം തന്നു. അത് കഴിഞ്ഞിട്ട് മോളെ വേഗം തന്നെ NICUവിലേക്ക് മാറ്റി. ഞങ്ങളുടെ ഒപ്പം റൂമിലേക്ക് അവളെ കിട്ടിയില്ല. മീൻസ് എല്ലാവരും ഡെലിവറിയൊക്കെ കഴിഞ്ഞ് ഹോസ്പിറ്റലിലെ റൂമിൽ കുഞ്ഞുമായിട്ട് പോകുമ്പോഴത്തേക്കും ഞാനും എൻ്റെ ഹസ്ബൻഡും മാത്രമായിട്ടായിരുന്നു ആ റൂമിൽ ഉണ്ടായിരുന്നത്. ആദ്യത്തെ ഒരു 3 ഡേയ്സ് ഞങ്ങളങ്ങനെ ആ ഒരു ഹോസ്പിറ്റലിൽ അങ്ങനെ ഞങ്ങൾ കഴിഞ്ഞു.
മോൾ NICUലായിരുന്നു. അപ്പോൾ ഒരു സെക്ഷൻ ഡെലിവറിക്ക് ശേഷം നമുക്ക് ഒത്തിരി പ്രശ്നങ്ങൾ, കാരണം ഈ സ്റ്റിച്ചിൻ്റെ പെയിൻ ഉണ്ടാവും. അപ്പോൾ നമുക്ക് ടോയ്ലറ്റിൽ പോകാനുള്ള ബുദ്ധിമുട്ട്, ഈ യൂറിൻ പാസ് ചെയ്യാനായിട്ടും എന്തെങ്കിലും പൂപ്പ് ചെയ്യാനൊക്കെ ഒത്തിരി ബുദ്ധിമുട്ടാണ്. നമുക്ക് ഈ സ്റ്റിച്ചിൻ്റെ പെയിനും വെച്ചുകൊണ്ട് ഇത് ചെയ്യാന്നുള്ളത് വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ള കാര്യമാണ്. പക്ഷെ നമുക്ക് ഞാൻ പറഞ്ഞു, 12:30 ഡെലിവറി കഴിഞ്ഞു, റൂമിലേക്ക് മാറ്റി കഴിഞ്ഞപ്പോഴത്തേക്കും ഡോക്ടർ വന്ന് പറഞ്ഞു ഇനി ഇങ്ങനെ നമ്മൾ അയ്യോ വയ്യ അങ്ങനെ ആ ഒരു മെൻറ്റാലിറ്റിയിൽ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മൾ അവിടെ ഇരുന്ന് പോവുള്ളൂ. അപ്പം നമ്മൾ തന്നെ നമ്മളെ എന്താ പറയുക ചിയർ ചെയ്ത് കൊണ്ടുവരണം. അപ്പോൾ പറഞ്ഞു എന്നെ 12:30 ഡെലിവറിക്ക് ശേഷം റൂമിലേക്ക് ഒരു 5:30 ആയിക്കഴിഞ്ഞപ്പോഴാണ് നമ്മൾ റൂമിലേക്ക് മാറ്റിയത്. അതിനുശേഷം ഡോക്ടർ പറഞ്ഞു അപ്പോൾ യൂറിൻ്റെ ട്യൂബ് പിറ്റേ ദിവസം രാവിലെ വന്നിട്ട് മാറ്റും. അപ്പോൾ മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ യൂറിൻ നമ്മൾ തനിയെ പാസ് ചെയ്യണം. ട്യൂബൊന്നും ഇട്ടിട്ടായിരിക്കില്ല, തനിയെ പാസ് ചെയ്യണം. മോഷൻ പോയിട്ടുണ്ടാവണം ആ ടൈമിൽ. അപ്പോൾ അതൊക്കെ ചെക്ക് ചെയ്യാനായിട്ട് നേഴ്സ് വരും പിറ്റേന്ന് തന്നെ കുളിക്കാം. നമുക്ക് കുളിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിറ്റേന്ന് തന്നെ നല്ലോണം കുളിക്കണം എന്നും പറഞ്ഞിരുന്നു. അപ്പോൾ എൻ്റെ ഹോസ്പിറ്റലിൽ ഹസ്ബൻഡും എൻ്റെ അമ്മയും എൻ്റെ ചേച്ചിയും അതുപോലെ തന്നെ ഹസ്ബൻഡിൻ്റെ അമ്മയും ഇത്രയും ആളുകളായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ എന്നെ കുളിപ്പിച്ചത്, എന്നെ ടോയ്ലറ്റിൽ കൊണ്ടുപോയത്, എൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്തത് എൻ്റെ ഹസ്ബൻഡ് ഒറ്റയ്ക്കാണ് ചെയ്തത്. ആരുടെയും ഹെൽപ്പ് മീൻസ് അമ്മമാരൊക്കെ സഹായിക്കാൻ വന്നെങ്കിലും എനിക്ക് കംഫർട്ടബിൾ ആ ടൈമിൽ എന്താണെങ്കിലും എൻ്റെ ഹസ്ബൻഡ് ചെയ്യുമ്പോഴായിരുന്നു. മീൻസ് എന്നെ പിടിക്കുന്നതിലാണെങ്കിലും എൻ്റെ കാര്യങ്ങൾ ചെയ്യുന്നതിലാണെങ്കിലും എനിക്ക് ഏറ്റവും കംഫർട്ടബിൾ എൻ്റെ ഹസ്ബൻഡ് ചെയ്യുന്നതായിരുന്നു. അമ്മമാരൊന്നും അവരെ കൊണ്ടൊന്നും ചെയ്യിച്ചിട്ടില്ല, കാരണം ഞാൻ സമ്മതിക്കില്ലായിരുന്നു. എന്നെ ടോയ്ലറ്റിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് എൻ്റെ അമ്മ വരുമ്പോൾ പറയും വേണ്ട, ഹസ്ബൻഡ് മതി, ആൾ കൊണ്ടുപോയാൽ മതി എന്ന് ഞാൻ പറയുമായിരുന്നു. അപ്പം സത്യം പറഞ്ഞാൽ എനിക്ക് അത്രയും കംഫർട്ടബിളായിരുന്നു. എനിക്ക് ഒത്തിരി ഞാൻ ആ ഒരു മൊമെൻറ്റ്സൊക്കെ ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ എൻജോയ് ചെയ്തു. പിന്നെ അത് മാത്രമല്ല ആളും ആ ഒരു കാര്യത്തിൽ, കാരണം എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു, ഇനി ബുദ്ധിമുട്ടാവുന്നുണ്ടോ, ഞാനിങ്ങനെ ഇതൊക്കെ ചെയ്യിക്കുന്നത് കൊണ്ട് ബുദ്ധിമുട്ട് വരുന്നുണ്ടോ ആൾക്ക് എന്നുള്ളൊരു വിഷമവും പേടിയൊക്കെ എനിക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് എന്നോട് പറഞ്ഞത് എനിക്കിതൊക്കെ നിനക്കും കുഞ്ഞിനും വേണ്ടി ചെയ്തു തരാൻ പറ്റുന്നുണ്ടല്ലോ, അത് എൻ്റെ ഭാഗ്യമല്ലേ എന്നാണ് പറഞ്ഞത്. അപ്പോൾ അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ഒരാൾ നമ്മുടെ ലൈഫിൽ കിട്ടുക എന്നുള്ളത് അത് നമ്മുടെ ഒരു ബ്ലെസ്സിങ് ആണ്. അപ്പം അങ്ങനെ അത്ര നന്നായിട്ട് അങ്ങനെ ടേക്ക് കെയർ ചെയ്ത്. പിന്നെ കുളിപ്പിച്ചതാണെങ്കിലും ഇപ്പം യൂറിൻ പാസ് ചെയ്യുന്ന ടൈമിലാണെങ്കിലും ഫസ്റ്റ് ടൈം നമ്മൾ ഈ ട്യൂബ് മാറ്റിക്കഴിഞ്ഞ് ഫസ്റ്റ് ഈ സെക്ഷന് ശേഷം യൂറിൻ പാസ് ചെയ്യുന്ന ആ ഒരു ടൈമിൽ ഒരു വിറവലും വേദനയൊക്കെ എനിക്ക് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ പൂപ്പിംഗ് ടൈമിലും എനിക്ക് അങ്ങനെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ടൈമിൽ ഞാൻ സത്യം ഇങ്ങനെ ഹസ്ബൻഡിൻ്റെ രണ്ട് കയ്യിലും ഇങ്ങനെ ഇറുക്കി പിടിച്ചിട്ടാണ് മോഷൻ പാസ് ചെയ്തതും യൂറിൻ പാസ് ചെയ്തതും. എനിക്ക് അത്ര പെയിനായിരുന്നു, ഒരു വിറവലും പെയിനും ഒക്കെ ഉണ്ടായിരുന്നു. ചില ദിവസം രാത്രി കിടന്നുറങ്ങുമ്പോഴത്തേക്കും ഈ ഡെലിവറി കഴിഞ്ഞ ആദ്യത്തെ ഒരു 2 ദിവസത്തിന് ശേഷം എനിക്കൊരു വിറവൽ പോലെയൊക്കെ വന്നു. രാത്രി സമയം എനിക്കൊരു വിറവൽ പോലെ പെട്ടെന്ന് വന്നു. ഇനി പനിയൊക്കെ വരുന്ന സമയത്ത് കുളിരുമ്പോൾ നമുക്കൊരു വിറയൽ വരില്ലേ, അപ്പോൾ ആ സമയത്തൊക്കെ എൻ്റെ ഹസ്ബൻഡ് നോക്കിയിട്ടുള്ള ആ ഒരു കാര്യങ്ങളൊക്കെ സത്യം പറഞ്ഞാൽ അത് എൻ്റെ ലൈഫിൽ എനിക്ക് വേണ്ടി ആൾ ചെയ്തിട്ടുള്ളൊരു ഇൻവെസ്റ്റ്മെൻ്റാണ്. ഇപ്പോഴും എൻ്റെ ലൈഫിൽ എന്തെങ്കിലും ഒരു കാര്യത്തിന് ഞാൻ ഡൗൺ ആയിട്ട് ഇരിക്കുന്നുണ്ടെങ്കിൽ ഇത് ഓർത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് ഞാൻ ഉയർത്തെഴുന്നേൽക്കുന്നത് പോലെ ആൾ എനിക്ക് വേണ്ടി ചെയ്തു തന്നിട്ടുള്ള കാര്യങ്ങൾ എനിക്ക് അറിയില്ല, എനിക്കത് മുഴുവനായിട്ട് എക്സ്പ്രസ് ചെയ്യാനോ അത് പറഞ്ഞു തരാനോ എനിക്ക് പറ്റുമോ എന്നറിയില്ല. അപ്പോൾ അങ്ങനെ നമ്മളങ്ങനെ ഒരു 3 days ഹോസ്പിറ്റലിൽ ഞാനും എൻ്റെ ഹസ്ബൻഡുമായിട്ട് അവിടെ കുഞ്ഞ് ഞങ്ങളുടെ കയ്യിൽ ആ ടൈമിൽ കിട്ടിയിട്ടില്ല. പക്ഷെ ഞാൻ പറയട്ടെ, എനിക്ക് ആ ഒരു വിഷമം ഉണ്ടായിരുന്നില്ല ആ സമയത്ത്. അയ്യോ കുഞ്ഞിനെ ഞങ്ങളുടെ കയ്യിലോട്ട് കിട്ടിയിട്ടില്ലല്ലോ, കുഞ്ഞ് NICUലാണല്ലോ, നമ്മുടെ ഒപ്പം ഇല്ലല്ലോ കുഞ്ഞ് എന്നുള്ളൊരു കാര്യം എൻ്റെ മൈൻഡിലേ ഒപ്പം ഇല്ല. ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഹസ്ബൻഡ് എന്നെ ആ നോക്കുന്ന ആ ഒരു രീതികളും എന്നെ കെയർ ചെയ്യുന്നതും ഒക്കെ ഞാൻ ആ മൊമെൻറ്റ്സൊക്കെ ഫുള്ളസ്റ്റായിട്ട് എൻജോയ് ചെയ്യുമായിരുന്നു. കുഞ്ഞിനെ ഞങ്ങളുടെ കയ്യിലോട്ട് കിട്ടിയിട്ടില്ല എന്നതോർത്ത് ഒരിക്കലും ഞാൻ വിഷമിച്ചിരുന്നിട്ടില്ല. അപ്പോൾ ഡോക്ടർ എന്താ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ വീട് ഇപ്പം അടുത്തല്ലേ, ഇവിടെ എറണാകുളത്ത് തന്നെയല്ലേ വീട്,
അപ്പോൾ ട്രാവൽ ചെയ്ത് വരാനും എളുപ്പമാണ്. അപ്പോൾ ബ്രസ്റ്റ് മിൽക്ക് പറ്റുമെങ്കിൽ നല്ല ഡെയിലി കൊണ്ടുവന്ന് കൊടുക്കണം, NICUവിൽ കൊണ്ട് കൊടുക്കണം. 2 ദിവസം കഴിയുമ്പോഴത്തേക്കും ഡയറക്റ്റ് ഫീഡിങ് അവിടെ വെച്ച് ചെയ്യിക്കും. അങ്ങനെയാണ് പറഞ്ഞിട്ട് നമ്മളെ വിടുകയാണ്. അപ്പം അതിന് ഓക്കെ ആണോ എന്ന് ചോദിച്ചു. അപ്പം ഞാനായിട്ട് ഇനീഷ്യേറ്റീവ് എടുത്തു. എൻ്റെ ഹസ്ബൻഡിന് അത്രയ്ക്ക് അതിനോട് താല്പര്യം ഉണ്ടായിരുന്നില്ല, നമ്മൾ വീട്ടിലോട്ട് പോകാം, കുഞ്ഞ് NICUവിൽ ആയിക്കോട്ടെ എന്നുള്ള കാര്യത്തിൽ. എൻ്റെ ഹസ്ബൻഡ് അത്ര ഇനീഷ്യേറ്റീവ് ഒന്നും എടുത്തില്ല. ഞാനാണ് അങ്ങോട്ട് പറഞ്ഞത്, നമുക്ക് വീട്ടിലോട്ട് പോകാം, കുഞ്ഞ് NICUവിൽ എല്ലാ പ്രൊട്ടക്ഷൻസോടും കൂടി സുരക്ഷിതമായിട്ട് അവിടെ ഇരിക്കുകയാണ്, നമുക്ക് വീട്ടിലോട്ട് പോകാം, എന്നിട്ട് ബ്രസ്റ്റ് മിൽക്ക് കൊണ്ട് കൊടുക്കാമല്ലോ, അങ്ങനെ ചെയ്താൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ഈ കാറിലാണെങ്കിലും ഈ ട്രാവൽ ചെയ്യുമ്പോഴത്തേക്ക് ഈ സ്റ്റിച്ചൊന്നും ഉണങ്ങിയിട്ടില്ലല്ലോ. അപ്പോൾ ട്രാവലിങ്ങിനൊക്കെ നല്ല ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ എനിക്കൊരിക്കലും മോളെ എല്ലാ ദിവസവും പോയി കാണുക എന്നുള്ളത് പോസിബിളായിട്ടുള്ള കാര്യമല്ല, അതിന് എൻ്റെ ഹെൽത്ത് അനുവദിക്കുകയുമില്ല. അപ്പോൾ ഹസ്ബൻഡ് എന്നോട് പറഞ്ഞു ഞാൻ കൊണ്ടുപോയി കൊടുക്കുക. അപ്പോൾ എല്ലാ ദിവസവും രാവിലെ ഇങ്ങനെ ബ്രസ്റ്റ് മിൽക്ക് കൊണ്ടുപോയി കളക്ട് ചെയ്ത് നമ്മളൊരു ഐസ് പാക്കേജിലാക്കിയാണ് ഇത് കൊണ്ട് കൊടുക്കുന്നത്. അപ്പം ആ ഒരു പീരീഡൊക്കെ ഓർക്കുമ്പോഴത്തേക്കും എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മിക്സഡ് ഇമോഷനാണ്. സന്തോഷവും സങ്കടവും എല്ലാ കാര്യങ്ങളും ഉണ്ട് അതൊക്കെ ഓർക്കുമ്പോഴത്തേക്കും. അപ്പോൾ അങ്ങനെ ചെയ്തു. ഒരു ദിവസം രാത്രി ഞാൻ സ്വപ്നം കണ്ടു, എൻ്റെ മോളെ NICUവിൽ നിന്ന് ആരോ മോഷ്ടിച്ചുകൊണ്ട് പോകുന്നതായിട്ട് ഞാൻ ഒരു ദിവസം രാത്രി കിടന്ന് സ്വപ്നം കണ്ട് പേടിച്ച് എണീറ്റിട്ട് ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു എനിക്കിപ്പോൾ എൻ്റെ മോളെ കാണണമെന്ന് പറഞ്ഞു. അപ്പോൾ അത്രയും ദിവസം ഞാൻ വളരെ ബോൾഡായിട്ട് ഇങ്ങനെയൊക്കെ ഇരുന്നിട്ടുള്ള ആളാണ്. മോളവിടെ പ്രൊട്ടക്റ്റഡ് ആയിട്ട് ഇരിക്കുവാണല്ലോ, നമുക്ക് ടെൻഷൻസ് ഒന്നും അതിൻ്റെ ആവശ്യമില്ല, ഹാപ്പി ആയിട്ടിരിക്കുക എന്നുള്ള മെൻറ്റാലിറ്റി ആയിരുന്നു. പെട്ടെന്ന് ഈ സ്വപ്നം കണ്ടപ്പോൾ ഞാൻ പേടിച്ചു പോയി. അങ്ങനെ ഹസ്ബൻഡിനോട് എന്നെ കൊണ്ടുപോയി മോളെ കാണിക്കണമെന്ന് പറഞ്ഞു. ഈ ഒരു ടൈമിൽ ഈ സ്റ്റിച്ച് ഒക്കെ വെച്ചിട്ട് ഇങ്ങനെ നമ്മുടെ എറണാകുളത്തെ റോഡെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആസ്ട്രലോട്ട് പോകുന്ന വഴിയിൽ കുണ്ടും കുഴിയൊക്കെയുള്ള റോഡ് ഒത്തിരി ഉണ്ട്. അപ്പോൾ യൂബറിനാണ് ഞങ്ങൾ പോകുന്നത്. അപ്പം ഹസ്ബൻഡിന് ശരിക്കും ടെൻഷൻ ഉണ്ടായിരുന്നു. ഈവൻ എൻ്റെ അത്രയും ടെൻഷൻ വെച്ചിട്ടാണെങ്കിൽ കൂടി എൻ്റെ ആ ഒരു മോളെ കാണാനുള്ളൊരു ആഗ്രഹം അങ്ങനെ സാധിച്ചു തന്നു. ആ ഒരു ദിവസം എന്നെ കൊണ്ടുപോയി ആ ദിവസം ഡയറക്റ്റ് ഫീഡിങ് ഒക്കെ ചെയ്യിച്ചായിരുന്നു കുഞ്ഞിനെ കൊണ്ട്. അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഹോസ്പിറ്റലിൽ നിന്ന് നമുക്ക് കോള് വന്നു, NICUവിൽ നിന്ന് കുഞ്ഞിനെ റൂമിലേക്ക് മാറ്റാൻ പോവാണ്, മാറ്റുന്ന ടൈം നിങ്ങളവിടെ വന്ന് നിൽക്കണം എന്ന് പറഞ്ഞു. നിൽക്കണം എന്ന് പറയുമ്പോൾ കുഞ്ഞ് കൂടാതെ 2 പേര്, കുഞ്ഞും അമ്മയും കൂടാതെ ഒരാളും കൂടി ആവാം. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് ആദ്യം തന്നെ പറഞ്ഞു ഓക്കെ നിൻ്റെ അമ്മേനെ നിർത്താം, നീ പേടിക്കണ്ട, നീയും നിൻ്റെ അമ്മയും കുഞ്ഞും ആ റൂമിൽ NICUവിൻ്റെ അടുത്തുള്ള റൂമിൽ, ഞാൻ പുറത്ത് സോഫയിൽ വെയിറ്റിങ്ങിൽ ഉണ്ടാവും, എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടാവും, നീ പേടിക്കണ്ട എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇല്ല, എനിക്ക് എൻ്റെ ഒപ്പം നീ തന്നെ നിന്നാൽ മതി എന്ന് ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു. അപ്പോൾ ആൾക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. ഇവരുടെ കസിൻസ് കുഞ്ഞുങ്ങളെയൊക്കെ നോക്കിയിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ കൂടി ഈ പ്രിമച്വറാണ് ഞങ്ങളുടെ പ്രിമച്വർ ബേബീനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം, അവളാണെങ്കിൽ നല്ല പൊടിക്കുഞ്ഞാണ്, അവളെങ്ങനെ എടുക്കണം എന്ന കാര്യത്തിലൊക്കെ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അമ്മമാരെ പോലെ എനിക്കത് പറ്റുമോ ചെയ്യാനുള്ളൊരു ഭയം എൻ്റെ ഹസ്ബൻഡിൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. പക്ഷെ ഞാനാണ് പറഞ്ഞില്ല, നീ തന്നെ നിന്നാൽ മതി, നിന്നെ കൊണ്ട് പറ്റും. ഞാനാണ് ധൈര്യം കൊടുത്തത്. ധൈര്യം ഞാൻ കൊടുത്തെങ്കിലും എനിക്ക് ധൈര്യം ഉണ്ടായിരുന്നില്ല. മോളെ ആദ്യം കയ്യിലോട്ട് കൊണ്ടുവന്നപ്പോൾ എടുക്കാനാണ്. കാരണം അവളുടെ കൈയും കാലൊക്കെ അത്ര ചെറുതായിരുന്നു, ഒരു ഞാനൂള് പോലെ കിടക്കുകയായിരുന്നു. അപ്പം എൻ്റെ ഹസ്ബൻഡ് എന്നെയും മോളെയും നോക്കുക എന്നുള്ളൊരു വലിയ ടാസ്ക്കാണ് ഏറ്റെടുത്തത്. 2 ദിവസം ഞാനും മോളും എൻ്റെ ഹസ്ബൻഡുമായിട്ട് ആ റൂമിൽ കിടന്നപ്പോൾ അത് വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം എൻ്റെ ഒരു കാര്യം തന്നെ ആ സമയത്ത് എനിക്കൊരു ബോധമില്ല, ഇത് എൻ്റെ കുഞ്ഞാണ്, ഞാനാണ് റെസ്പോൺസിബിൾ പേഴ്സൺ എന്നൊരു ബോധമൊന്നുമല്ല എനിക്ക്. ആ ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊരുപാട് പെയിൻ ഉണ്ട്, എനിക്ക് ഉറക്കം കിട്ടുന്നുണ്ടായിരുന്നില്ല. കാരണം ഈ ഡെലിവറിക്ക് മുമ്പുള്ള ഒരു മാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് രാത്രി ടൈമിലൊക്കെ ലൂസ് മോഷൻ, വോമിറ്റിംഗ് ഒക്കെ ഉണ്ടായിരുന്നു.
അപ്പോൾ ഉറക്കം എന്ന് പറഞ്ഞാൽ തീരെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്ക് കുഞ്ഞിനോടുള്ള ഒരു സ്നേഹം ഒന്നും ആ സമയത്ത് എനിക്ക് തോന്നിയിട്ടില്ല. എനിക്ക് നല്ലോണം റെസ്റ്റ് എടുക്കണം, ഉറങ്ങണം, ആ ഒരു മൈൻഡ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കുഞ്ഞിന് പ്രോപ്പറായിട്ട് പാല് കൊടുക്കുന്ന കാര്യം വരെ എൻ്റെ ഹസ്ബൻഡാണ് ശ്രദ്ധിച്ചെല്ലാം ചെയ്തിട്ടുള്ളത്. ബ്രസ്റ്റ് പമ്പ് ചെയ്ത് കൊടുക്കുക, ഡയറക്റ്റ് ഫീഡിങ് ചെയ്യും, എല്ലാത്തിനും പൊസിഷനിങ് ഒന്നും എനിക്കറിയില്ല. അതിനൊക്കെ എന്നെ സഹായിച്ചത് എൻ്റെ ഹസ്ബൻഡാണ്. ചില ദിവസങ്ങളിൽ രാത്രി മോള് നിർത്താതെ കരയുമായിരുന്നു വിശന്നിട്ട്. അതായത് നമ്മൾ 1.5 മണിക്കൂർ അല്ലെങ്കിൽ 2 മണിക്കൂർ ഇടവിട്ട് ഇങ്ങനെ പാല് കൊടുക്കണമല്ലോ. അപ്പോൾ അവൾക്ക് മതിയായ രീതി കിട്ടുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അവൾ കിടന്ന് കരയും. അപ്പോൾ ഈ ഉറക്കത്തിൽ നിന്ന് ഞാൻ എണീക്കണം. ഈ മോളുടെ കരച്ചിൽ, മോൾ വലിയ വായിൽ കരഞ്ഞാലും ഞാൻ എണീക്കില്ല. ഒരു ബോധമില്ലാതെ കിടന്നുറങ്ങുമായിരുന്നു. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് വിളിച്ചിട്ട് പോലും ഞാൻ എണീക്കില്ലായിരുന്നു. എന്നിട്ടും ആള് എന്നെ ഹേർട്ട് ചെയ്യാനും പാടില്ല, മോളുടെ കാര്യം നോക്കണം. അപ്പോൾ അത് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുക എന്നുള്ളത് ഇതൊരു വലിയ ടാസ്ക്കായിരുന്നു. അപ്പോൾ മോളെ കയ്യിലെടുത്ത് ആ കരയുമ്പോഴത്തേക്കൊക്കെ ഇങ്ങനെ വാവോ വാവോ പറഞ്ഞ് ഇങ്ങനെ ഉറക്കുന്നു. പാല് കൊടുക്കുന്ന ടൈമിൽ മാത്രം മോളെ എൻ്റെ അടുത്തോട്ട് കൊണ്ട്, ബാക്കി ഫുൾ ടൈം അവൾക്ക് അപ്പോൾ കാരണം ഈ കുഞ്ഞുവാവകളെന്ന് പറയുന്നത് ജനിച്ചുള്ള ന്യൂ ബോൺസിൻ്റെ കാര്യം അറിയാമല്ലോ. അവർ അപ്പീടും മൂത്രമൊഴിക്കും, പാലൊഴിക്കും. ഇത് തന്നെ റിപ്പീറ്റേഷനായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. പിന്നെ ബാത്തിങ് സ്പഞ്ച് ബാത്താണ് ആ ടൈമിൽ ചെയ്യുന്നത്. ഇത് കണ്ടോ, ഒരു ദിവസം രാത്രി അവൾ നല്ലോണം കിടന്ന് കരഞ്ഞു. പാല് കുടിച്ചു കഴിഞ്ഞിട്ടും കിടന്ന് കരഞ്ഞു. ഉറക്കമേ ഉണ്ടായിരുന്നില്ല. അന്ന് ഞങ്ങൾ 2 പേരും ഉറങ്ങിയില്ല. തീരെ ഞങ്ങൾക്ക് ഉറങ്ങാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. കാരണം ഇവൾ എത്ര പാല് കൊടുത്താലും, ഇപ്പോൾ ഡൈപ്പറൊക്കെ മാറ്റി നമ്മൾ യൂറിനൊക്കെ പാസ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഡൈപ്പർ മാറ്റിയാലും ഇവളേത് നേരവും കരച്ചിലായിരുന്നു. അപ്പോൾ അങ്ങനെ ഇവളെ ആശ്വസിപ്പിക്കുന്ന ഒരു ടൈമിൽ ഞാൻ എടുത്ത ഒരു വീഡിയോ ആണിത്. കണ്ടോ, കയ്യിലൊക്കെ എടുത്ത് നല്ല കരച്ചിലായിരുന്നു. സത്യം പറഞ്ഞാൽ എനിക്ക് സങ്കടവും തോന്നുമായിരുന്നു ഇത് കാണുമ്പോൾ. അവനൊട്ടും ഉറക്കമില്ലായിരുന്നു ആ ടൈമിൽ. കുഞ്ഞിനിങ്ങനെ കയ്യിലെടുത്ത് വെച്ചുകൊണ്ട് കിടക്കുക. സത്യം പറഞ്ഞാൽ എനിക്ക് ഈ വീഡിയോ ഒക്കെ കാണുമ്പോഴത്തേക്കും ഒരു മിക്സഡ് ഇമോഷനാണ്. എൻ്റെ ഹസ്ബൻഡിനെയും കുഞ്ഞിനെയും ഇങ്ങനെ കാണുമ്പോഴത്തേക്കും എനിക്ക് എന്ത് ലൈഫിൽ ഞാൻ ലോ ആയി പോയി കഴിഞ്ഞാലും ഇതൊന്നും എനിക്ക് കണ്ടാൽ മതി. മോള് അത്രയും കംഫർട്ടബിളായിട്ടായിരുന്നു അവളുടെ അച്ഛനിങ്ങനെ എടുക്കുന്ന സമയത്ത് അത്രയും കംഫർട്ടബിളായിട്ടായിരിക്കുന്നത്. അപ്പോൾ കരയുന്ന സമയമാണെങ്കിൽ കൂടി ഇങ്ങനെ എടുത്തിട്ട് ഇതുപോലെ തലയിലൊക്കെ ഒന്ന് തലോടി ഇങ്ങനെ മൂക്കൊക്കെ ഇങ്ങനെ കൊണ്ടുവന്ന് ഇങ്ങനെ മുട്ടിച്ചൊക്കെ കഴിയുമ്പോഴത്തേക്കും അവൾ ഹാപ്പിയായി. പിന്നെ അവൾ കംഫർട്ടബിളായി. പിന്നെ കരച്ചിലോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ എനിക്കൊരു സമാധാനമാണ്. ഇതിലെൻ്റെ യാമീനെ കണ്ടു. അവൾ എന്ത് കുഞ്ഞാ നോക്കിയേ, ആ കൈൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഇരിക്കുന്നത്. അവളെ ഇപ്പം കാണുമ്പോഴും ഇതിൽ കാണുമ്പോഴും എനിക്ക് ശരിക്കും ഒരു അത്ഭുതം, ഒരു മിറാക്കിളാണ്. ഒരു മിറാക്കിൾ ബേബിയാണ് അവൾ. അവളിങ്ങനെ ആയത് ശരിക്കും അവളുടെ അച്ഛനാണ് അവൾക്കെല്ലാം. കണ്ടോ, ഗ്യാസ് കെട്ടുന്ന, എനിക്കിതൊക്കെ നല്ല പേടിയായിരുന്നു ഗ്യാസ് കെട്ടുന്നത്. ഓക്കെ ഗൈസ്, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ എൻ്റെ ഒരു വീഡിയോ. എൻ്റെ ലൈഫിലെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മെമ്മറബിൾ ആയിട്ടുള്ള മൊമെൻറ്റ്സാണ് നിങ്ങളുമായിട്ട് ഞാനിന്ന് ഷെയർ ചെയ്തിട്ടുള്ളത്. ഇപ്പം ഞാൻ പറഞ്ഞ പോലെ എൻ്റെ ഹസ്ബൻഡ് എനിക്ക് വേണ്ടി ചെയ്തിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റാണ് ഞാൻ ഈ വീഡിയോയിൽ ഷെയർ ചെയ്ത ലാസ്റ്റത്തെ കുറച്ച് മൊമെൻറ്റ്സൊക്കെ. അതുകൂടാതെ കുറേ കാര്യങ്ങളുണ്ട്, നമ്മൾ ക്യാമറയിൽ പകർത്താത്ത കുറേ മൊമെൻറ്റ്സൊക്കെ ഉണ്ടല്ലോ. അതൊക്കെ എൻ്റെ ഹസ്ബൻഡ് എനിക്ക് വേണ്ടി നല്ല ഇൻവെസ്റ്റ്മെൻറ്റാണ്. ആ ഒരു 10 days. അതുപോലെ നിങ്ങൾക്കും അത് നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ലൈഫ് പാർട്ട്ണറിനും ഒക്കെ വേണ്ടിയിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ്സ് ചെയ്യാൻ പറ്റും. ആർക്കെങ്കിലൊക്കെ വേണ്ടി നമുക്കത് ചെയ്യാൻ കഴിഞ്ഞാൽ ലൈഫിൽ അതൊരു അസറ്റാണ്. അത് നമ്മൾ ആർക്ക് വേണ്ടിയിട്ടാണോ ചെയ്യുന്നത് അവർക്കും ചെയ്തു കൊടുക്കുന്ന നമുക്കും അതൊരു അസറ്റായിരിക്കും. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും അങ്ങനെയൊക്കെ ചെയ്യാൻ കഴിയട്ടെ എന്ന് മാത്രമല്ല, എല്ലാവരിൽ നിന്നും അതൊക്കെ നമുക്ക് സ്വീകരിക്കാനേ കഴിയട്ടെ. അതൊക്കെ ഒരു ഭാഗ്യമല്ലേ. ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, എന്നെ സപ്പോർട്ട് ചെയ്യുക. കാരണം നിങ്ങളെന്നെ സപ്പോർട്ട് ചെയ്താൽ മാത്രമേ ഇനി എനിക്ക് വീഡിയോസ് ചെയ്യാൻ പറ്റുള്ളൂ. അതിനുള്ളൊരു ഇൻസ്പിറേഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ ഇനിയും എനിക്ക് ഒത്തിരി സപ്പോർട്ടിൻ്റെ ആവശ്യമുണ്ട്. ഞാൻ ഈ വീഡിയോസൊക്കെ ചെയ്യുന്നത് എൻ്റെ കുഞ്ഞു ആവേനെ വെച്ചിട്ടാണ്. അവളിപ്പോൾ എൻ്റെ അടുത്ത് കിടന്ന് ഉറങ്ങുകയാണ്. അപ്പോൾ അവൾ ഉറങ്ങുന്ന സമയത്ത് മാത്രമേ എനിക്ക് വീഡിയോസ് ചെയ്യാൻ പറ്റുള്ളൂ, എനിക്ക് വീഡിയോ എഡിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ, അപ്ലോഡ് ചെയ്യാൻ ചാനലിൽ അപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരുപാട് അപാകതകൾ ഉണ്ടാവും. എൻ്റെ വീഡിയോയിലാണെങ്കിലും വോയിസ് ഓവർ കൊടുക്കുന്നതിലാണെന്നുണ്ടെങ്കിലും ഒരുപാട് തെറ്റുകൾ വന്നിട്ടുണ്ടാവും.
അപ്പോൾ അതൊക്കെ ഒന്ന് എക്സ്ക്യൂസ് ചെയ്യുക. കാരണം ഒരു കുഞ്ഞു വാവേനെ വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത്. ചിലപ്പോൾ ഞാനിത് വീഡിയോ എടുക്കുന്ന ഇടയിൽ അവൾ കരയുന്നുണ്ടാവും. അപ്പോൾ അവളെ ഒന്ന് ആശ്വസിപ്പിക്കണം, അമ്മയുടെ കയ്യിൽ കൊണ്ട് കൊടുക്കണം. എന്നിട്ടൊക്കെയാണ് എൻ്റെ അമ്മയുടെ സപ്പോർട്ടും ഉണ്ട്. അതൊക്കെ കൊണ്ടാണ് ഞാനിത് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, എന്നെ സപ്പോർട്ട് ചെയ്യണം. അത്രയേ ഉള്ളൂ. താങ്ക് യു.